2012 സഭ വിശ്വാസ വർഷം ആഘോഷിച്ചപ്പോൾ എറണാകുളത്ത് ഐ ബിലീവ് എന്ന പേരിലൊരു സൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ചെയ്തു. 300-ലധികം ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പൊറ്റക്കുഴി ഇടവകയിലാണ് പരിപാടിയുടെ പ്രാക്ടീസൊക്കെ നടന്നത്. കാരണം അവിടെ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ ആക്ടേഴ്സ് ഉണ്ടായിരുന്നത്, മെജോറിറ്റി ആക്ടേഴ്സ്. അതിലൊരു ക്യാരക്ടർ മാത്രം തിരഞ്ഞെടുത്തിട്ടില്ല, സെലക്ട് ചെയ്തിട്ടില്ല. അത് ഫ്രാൻസിസ് പാപ്പയുടെ ക്ലൈമാക്സ് സീനിൽ ഫ്രാൻസിസ് പാപ്പ വത്തിക്കാൻ ബാൽക്കണിയിൽ ഒന്നിങ്ങനെ ബ്ലെസ് ചെയ്യുന്ന സീനുണ്ട്. 2 ദിവസം കൂടിയുള്ളൂ ഷോ തുടങ്ങാൻ. അപ്പോൾ വൈകുന്നേരം പ്രാക്ടീസൊക്കെ കഴിഞ്ഞ്, രാത്രിയിൽ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ പള്ളിമുറ്റത്തേക്ക് ഒരു മനുഷ്യൻ വരാണ്. ചോദിച്ചു, വിചാരിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഈ മനുഷ്യൻ്റെ പൊക്കവും ഇയാളുടെ നിറമൊക്കെ നോക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഈ മനുഷ്യൻ ഫ്രാൻസിസ് പാപ്പ പറ്റിയ ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു, വന്ന കാര്യമൊക്കെ നടത്തിത്തരാം, പക്ഷേ ഒരു കാര്യമുണ്ട്, നാളെ തൊട്ട് ആൽബർട്ട്സിലൊരു ഷോ നടക്കുന്നുണ്ട്. 10 ദിവസത്തെ ഷോ ആണ്, വൈകുന്നേരം. എല്ലാ ദിവസവും ഒന്ന് കമ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ മനുഷ്യൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ നോക്കിയത്. അങ്ങനെ ഈ മനുഷ്യൻ 10 ദിവസം ആ ഷോയിൽ വന്നു. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല ഈ മനുഷ്യനെ, വലിയ കമ്പനിയൊന്നുമില്ല. പക്ഷെ 10 ദിവസം ഷോയിൽ വന്ന് ഷോ ഗംഭീരമായിട്ടൊക്കെ നടന്നു. ആ കഥ അങ്ങ് പോയി. 2 വർഷം മുമ്പ് പൊറ്റക്കുഴി പള്ളിയിൽ പെരുന്നാളിന് പോയപ്പോൾ ഈ മനുഷ്യൻ വന്നു. എനിക്ക് ആദ്യം തിരിച്ചറിയാൻ പറ്റില്ല, പിന്നീട് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ആ ഫ്രാൻസിസ് പാപ്പ അല്ലേ? അതേന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം എന്ത് ചെയ്യണ്? ആ ജോലിയൊക്കെ തന്നെയുണ്ടോ? അപ്പം അയാളൊരു ജ്വല്ലറിയിൽ സെയിൽസ്മാൻ ആയിരുന്നു, ഫേമസ് ആയിട്ടുള്ള ജ്വല്ലറിയാണ്. അപ്പോൾ പറഞ്ഞു, ആ ജോലി പോയി. എന്തു പറ്റി? അല്ല, അത് വിട്ടു, കാരണം 10 ദിവസം അടുപ്പിച്ച് ലീവ് വരില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ ജോലി വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പം എന്ത് ചെയ്യണ്? ഇപ്പം ഞാൻ പുതിയതായിട്ടൊരു സ്വർണ്ണക്കട തുടങ്ങി. നേരത്തെ ഞാൻ പള്ളിയിലൊന്നും വരില്ലായിരുന്നു വെച്ചാൽ, ഇപ്പോൾ ഫുൾ ടൈം പള്ളിയിലാണ്, ഹാപ്പിയാണ്. ഇത് ഗോസ്പൽ വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന എപ്പിസോഡ് ഇതാണ്. ഈശോ 4 പേരെ വിളിക്കുകയാണ്. ഈ 4 പേരും പണിക്കാരാ, മീൻപിടുത്തക്കാരാ. 2 പേര് വലയേറിയാണ്, 2 പേര് വഞ്ചിയിലിരുന്ന് വല നന്നാക്കാണ്. ഈശോ വിളിക്കുന്നതും ദ ലെഫ്റ്റ് ദ ജോബ്, എല്ലാം ഉപേക്ഷിച്ച്. സബദിപുത്രന്മാരാണെങ്കിൽ അപ്പനും ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. ഇവർക്ക് എന്താ കിട്ടിയേ? ഇവരുടെ ലൈഫിൽ ഒരുപാട് ട്രബിൾസ് ഉണ്ടായി, ബട്ട് ദേ ഹാഡ് എ ഹാപ്പി എൻഡിങ്. ദേ ഓൾ ഹാഡ് എ ഹാപ്പി എൻഡിങ്. അവർ ജീവിതത്തിൽ റിസ്ക് എടുത്തു, പക്ഷെ അവർക്കെല്ലാവർക്കും ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടായി.